ഞങ്ങളുടെ ഈ മെനകെട്ട് പറമ്പിൽ തറവാട്ടുകാര് ഇതേവരെ പെണ്ണുങ്ങളെ ജോലിക്ക് വിട്ട് ജീവിച്ചിട്ടില്ല. ഇന്നേ കാലം വരെ ഞങ്ങളുടെ തറവാട്ടിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല, ഇരുപത്തുണ്ടാവില്ല. അന്തസ്സുള്ള അച്ഛൻ്റെ അമ്മയുടെ മോനാ ഞാൻ. ആ എന്നെ പട്ടിക്ക് പോലും വില തരാണ്ട് എന്റെ പെണ്ണുമ്പുള്ള ജോലിക്ക് പോകാൻ വേണ്ടി ഒരുക്കി കെട്ടി നിൽക്കുക. അവളെ ഞാൻ വിടാം. അവളെ നീ പോണെങ്കിൽ എന്റെ മേത്തേക്കുള്ള വണ്ടി കയറ്റിക്കൊണ്ട് പോകും. മാറൂല മാറൂല മാറൂല. അഥവാ പോവാണെങ്കിൽ എന്റെ നെറ്റേക്കടെ കയറ്റിക്കൊണ്ട് പോടി. ഒരു ഭർത്താവ് പറഞ്ഞ ഭാര്യ എങ്ങനെ കേൾക്കാണ്ടിരിക്കുന്നേ? അയ്യോ അയ്യോ അയ്യോ, എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ പോണേ. നിനക്ക് എന്തൊരു പ്രാന്ത? ചേട്ടനല്ലേ എപ്പോഴും പറയുന്നത്, ചേട്ടൻ പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കാറില്ലെന്ന്. എങ്ങനെയുണ്ട്? 8 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നേ വരെ ഞാൻ പറയണ ഒന്നും അനുസരിച്ചിട്ടില്ല. ആദ്യമായിട്ട് അനുസരിക്കാൻ പോവാ എന്റെ വണ്ടി കയറ്റിക്കൊല്ലാനായിട്ട്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താ? നിങ്ങളെ നീ ജോലിക്ക് പോവണ്ട. ശരി, ഞാൻ ഈ ജോലി രാജിവെക്കാം. എന്നിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോവാം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ പോവില്ലോ. അതെന്താ? തൊഴിലുറപ്പിന് നീ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുന്നൊരു ഉറപ്പെനിക്കില്ല. ഹലോ 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 എടാ, എന്താ പ്രശ്നം? എന്താ നേരമായല്ലോ തുടങ്ങിയിട്ട്? എന്റെ ഭാര്യ 8 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിയുമ്പോ ഇവള് പറഞ്ഞത് എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്കോ വിദ്യാഭ്യാസമില്ല, പെണ്ണ് തന്നെയെങ്കിലും വിവരം വിദ്യാഭ്യാസമായിട്ടിരിക്കട്ടെ എന്ന് വെച്ച് പഠിക്കാൻ വിട്ടു. മാത്രമല്ല PSC എഴുതിച്ച് ജോലി മേടിച്ചു കൊടുത്തു, സർക്കാർ ജോലി. ഇത് കിട്ടിയത് വയനാടാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഉന്നതങ്ങളിലുള്ള പിടിപാട് വെച്ച് വീടിൻ്റെ തൊട്ടടുത്തേക്ക് മാറ്റിക്കൊടുത്തു. മറ്റുള്ള ഭർത്താക്കന്മാർ ജോലിക്ക് പോകണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു കണ്ടു കയ്യാലെ പൊക്കോ പൊക്കോ പൊക്കോ. പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? എനിക്ക് ജോലിയുള്ളത് ബീവറേജിലാ. അവിടെ ബില്ലടിക്കുന്ന സ്റ്റാഫാണ് ഞാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ തെറ്റുണ്ടെങ്കിൽ പറയണം. ഒരു പലചരക്ക് കടയിലെ ജോലിക്കാരൻ രാത്രി പണി കഴിഞ്ഞ് വരുമ്പോൾ 2 പഴം അവനവൻ്റെ കൊച്ചിനെടുത്ത് കഷത്തിൽ വെക്കും. ഒരു ചായക്കടക്കാരൻ വീട്ടിൽ വരുമ്പോ 2 ബിസ്ക്കറ്റ് എടുത്ത് കയ്യിൽ വെക്കും. ഇവിടെ വരുമ്പോ ഒരു പൈന്റ്, ഒരു ക്വാർട്ടർ, ഒന്നും വേണ്ട ഇഷ്ടംപോലെ കാലിക്കുപ്പിണ്ട്. 2 പെഗ് എനിക്ക് കൊണ്ടുതരാൻ പാടില്ലേ? കൊണ്ടുതരാൻ പാടില്ലേ? കൊണ്ട് തരാൻ വേണ്ടിട്ട്. എടോ, അങ്ങനെ കൊണ്ട് തരണമെങ്കിലേ ആ ബീവറേജ് ഒന്നെങ്കിൽ നിങ്ങളുടെ പിതാശ്രീ വകയായിരിക്കണം, അല്ലെങ്കിൽ എന്റെ പിതാശ്രീ വകയായിരിക്കണം. കേമായി നിന്റെ പിതാശ്രീ എന്റെ പിതാശ്രീ അങ്ങനെ കൂടെ ബിവറേജ് തുടങ്ങിയ ഒരു തുള്ളി പോലും നാട്ടുകാർക്ക് കിട്ടുമോടി? കിട്ടുമോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അന്തസ്സായിട്ട് ജോലിക്ക് പോയി പൈസ മേടിച്ചിട്ട് അതുകൊണ്ട് മേടിച്ചോണ്ട് വരണം. ഇവക്കളെ വർത്താനം കേട്ടാ തോന്നി ഞാൻ ഒരു പണിക്കും പോകണ്ട് വെറുതെ എവിടെ ഇരിക്കുമെന്ന്. അതല്ല സത്യം. എന്ത് സത്യം? ഇന്ന് നിങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പോയാ? ഞാൻ ആര് പറഞ്ഞു എനിക്ക് പണി ഉണ്ടായിരുന്നു? മധുച്ചേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു, നിങ്ങൾ പോയില്ലെന്ന്. മധുച്ചേട്ടൻ എപ്പ പറഞ്ഞു? നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒന്ന് പറഞ്ഞു. അമ്പടാ, കാക്കയുടെ കൂട്ടിലെ കുയില് വന്ന് മുട്ടയിട്ട പരിപാടിയാണോ കാണിച്ച? അവനെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ അവനെ പച്ചക്ക് കത്തിച്ച് ആ ചാരം കൂട്ടി പല്ലിയേക്കും. ഇത്രയും പാടുണ്ടോ ചേട്ടാ ആ കായലിൽ പോയി കക്ക വാരാൻ? ഉണ്ടോ? അക്കടെ ഈ പറച്ചിൽ കേട്ട് ഞാൻ കായലിൽ കക്ക വാരാൻ ചെന്ന ഇന്നലെ. അവിടെ നിന്ന് ഭയങ്കര വേലിയേറ്റ സമയം. ഞാൻ മുങ്ങും പൊങ്ങും മുങ്ങും പൊങ്ങും. ഇത് കണ്ടുവെച്ച് പുറത്തിരുന്ന 2 പിള്ളേര് ആളുടെ ഫിഫയുടെ വേൾഡ് കപ്പ് കൂടുന്ന കായലിൽ കളഞ്ഞു. എന്നെ അങ്ങനെ കുട്ടികൾ അറിയാമോ? പ്രശ്നം എന്തുവാ? എന്റെ പ്രശ്നം നീ ഇന്ന് പോവരുത്. എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണം. ഇങ്ങനെയുണ്ടല്ലോ എന്തോ ചെയ്തെന്നറിയോ? നാട്ടിലെല്ലാം ചെന്ന് പറഞ്ഞേക്കുക എന്റെ ഭാര്യ ബീവറേജിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്തോരം സാധനങ്ങൾ ബീവറേജിൽ നിന്ന് വാങ്ങുന്നോ അതിന്റെ പകുതി വില അയാൾക്ക് കൊടുത്താൽ മതിയെന്ന്. എന്നിട്ട് ആ പൈസ മേടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാന്നേ. നീ പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം, എനിക്ക് എന്റെ 7000 രൂപ വേണം. 7000 രൂപ? അപ്പുറത്തെ ബേബിച്ചാന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ വൈകിട്ട് സാധനം കൊടുക്കേണ്ടതാണ്. കാശ് ഞാൻ 7000 രൂപ മേടിച്ചു വെച്ചേക്കുവാ. അത് വിട്. 7 രൂപയല്ലേ? 7000 രൂപയാ. അത് ഞാൻ വളരാൻ വേണ്ടി ഒരു ബാഗിലിട്ടേക്കുവാ. ബാഗിലോ? ഏത് ബാഗില്? ലുഡോ 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 കളിച്ചോളാം. 7000 രൂപ കളഞ്ഞിട്ട് വന്നേക്കോ കാലമാടൻ. നീ പോകരുത് പറഞ്ഞാ പോകരുത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഇങ്ങോട്ട് നോക്ക്. എന്റെ ഈ താക്കോലുണ്ടോ നിങ്ങള്? ഇതെന്റെ ചോറാണിത്. ബീവറേജിന്റെ അതിന്റെ താക്കോലുള്ള സ്ഥാപനത്തിന്റെ. ഈ ചോറ് നിങ്ങൾ മണ്ണ് വാരിയിടരുത്. ഇതാണോ നിന്റെ ചോറ്? അതെ. നിന്റെ ചോറിന്ന് നിന്റെ വേണ്ട. താക്കോല് വിഴുകിയ അവസ്ഥ അച്ഛനെ വിളിച്ച അടിച്ച് കല്യാ പൊട്ടിക്കും. അച്ഛനെ വിളിച്ച് പറയട്ടെന്ന്. ആരെയും വിളിക്കടി. ഹലോ ഹലോ, ഞാൻ അച്ഛന്റെ മോള്. അത് നീ പറഞ്ഞിട്ട് വേണം എനിക്കറിയാൻ. അയ്യോ എന്റെ പൊന്നച്ഛ, എന്റെ ഭർത്താവ്
അവനില്ലേ? അവനില്ലെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എന്റെ അച്ഛൻ സമാധാനത്തോടൊന്ന് കേക്ക്. എന്നാ മോനെ? എന്റെ ഭർത്താവ് താക്കോല് വിഴുങ്ങി. എന്റെ ദൈവമേ, പലതരം വിഷമം കണ്ടിട്ടുണ്ട്. താക്കോല് വിഴുങ്ങി വിഷമം തീർക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ടോ? വണ്ടിയുണ്ട്. അവന്റെ സ്വഭാവത്തിന് ആ വണ്ടിയാണ് അവൻ വിഴുങ്ങേണ്ടത്. താക്കോൽ ഒതുങ്ങിയത് അവന്റെ ഭാഗ്യം. അയ്യോ അച്ഛാ, ആ വണ്ടിയുടെ താക്കോലല്ല ചേട്ടൻ വിഴുങ്ങിയത്. പിന്നെ അവൻ എന്താണ് വിഴുങ്ങിയത്? ബീവറേജിന്റെ താക്കോല. എന്നാത്തിന്റെ? ബീവറേജിന്റെ. അയ്യോ അയ്യോ അച്ഛാ, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. കുറച്ച് കഴിയുമ്പോ ചന്തയിലോട്ട് ഒരു 1/2 ലിറ്റർ മേടിക്കാൻ ഞാൻ പോവായിരുന്നതാണ്. അത് ഈ കാലപാടം നശിപ്പിച്ച്. എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, അവനെ പിടിച്ചൊന്ന് കുറഞ്ഞു നോക്കിയേ. അയ്യോ പറ്റത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ത്രിവർണൻ. അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ശരി. പൊന്നെ ചേട്ടാ, ഇക്കള് മാറിയില്ലേ? അയ്യോ എന്തോ ചേട്ടാ, കുറച്ച് എണ്ണയും മണ്ണെണ്ണയും കൂടെ ഒഴിച്ചാലോ? എന്നിട്ട് മൂക്കിക്കറി 2 തിരിയിട്ട് കത്തിക്കടി, നിന്റെ വിഷമം തീരട്ടെ. ഹലോ, എന്റെ പൊന്നമ്മയെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. എനിക്ക് അമ്മയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം, ഞാൻ ഡ്യൂട്ടിയിലാണെന്നേ. ശരി, വെച്ചേ, ഫോൺ വെച്ചേ. ആരാ സാറേ? അമ്മയാ, ജീവന. അത് കേട്ടപ്പോ തോന്നി അമ്മയുടെ ജീവനെടുക്കാനുള്ള താല്പര്യമുള്ള മോനാണ്. ഞാൻ വിളിച്ചു പറയണ്ട. താമസിച്ച് വരാൻ ഒരു സഞ്ചാരം ഉണ്ടായത്, അതിന് പോയേക്കുമായിരുന്നു. അയ്യോ എന്തോ പറ്റി? മരിച്ചുപോയി. അല്ലെ പിന്നെ സഞ്ചാരത്തിന് പോകേണ്ട കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുന്ന ആളുടെ സഞ്ചാരത്തിന്. അതല്ല, എങ്ങനെയാ മരിച്ചേന്ന്? അയ്യോ, അത് ചെറുതായിട്ടൊന്ന് മൂത്രം ഒഴിച്ചത് ആള് മരിച്ചുപോയി. ആള് മരിക്കോ? പിന്നെ കുടിച്ച് ലോതമില്ലാതെ ട്രാൻസ്ഫോമറിന്റെ മുന്നിൽ പോയി കിടന്ന് മുള്ളി ആള് ചത്തുപോയില്ലേ, അങ്ങനെ മരിച്ചാ. ഇത് എനിക്കും വേണം കേട്ടാ. പാത്തത്താറാവ് 2 കുഞ്ഞിനെനിക്കും വേണം. നിനക്ക് എന്നാ പറ്റൂടാ? ഈ നിസ്സാര കാര്യത്തിന് ഇവരെന്നെ വിളിച്ചു വിളിച്ചു. ഇത് ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ. ഇത് ഞാനിപ്പോ മാറ്റി തരാം മോനെ. നിസ്സാരമായിട്ട് മാമ മാറ്റി തരാം. ഇക്കിളും ഞാനും അക്കരക്ക് പോയി, ഇക്കിളിനെ ഞാൻ അവിടെ നിർത്തി, ഞാനിങ്ങ് പോന്നു. ഇക്കിളും ഞാനും അക്കരക്ക് പോയി, ഇക്കിളിനെ അവിടെ നിർത്തി, ഇക്കിളും ഞാൻ പോന്നു. പറഞ്ഞു അക്കരത്തിന് നിക്കോ, തിരിച്ചതുവരെ എത്തിയിട്ടില്ല. ഇക്കിളും ഞാനും അക്കരയ്ക്ക് പോയി, അക്കരെ ചെന്നിട്ട് ഇക്കിളും ഞാനും അവിടെ ഒറ്റയ്ക്ക് നിന്ന്, ഇക്കിളും ഞാനും അക്കരെ വന്നിട്ട് ഇക്കിളും ഞാനും കൂടെ അവിടെ ഒറ്റയ്ക്ക് നിന്ന്. ഞാൻ കാര്യം പറയട്ടെ, എടി ഇവൻ ഇങ്ങനെ ഇക്കിൾ എടുക്കാനായിട്ട് ഇവൻ വല്ല കട്ട് തിന്നോ? അയ്യോ കട്ട് തിന്നല്ല, വിഴുങ്ങിയതാ. എന്താണ് വിഴുങ്ങിയത്? താക്കോല്. നിസ്സാര കേസുണ്ട്. ഇക്കളും ഞാൻ നിങ്ങളുടെ അക്കരെ പോയി, ഇക്കളിനെ അക്കരെ ആക്കിയിട്ട് ഞാൻ അവിടുന്ന് ഇക്കരേക്ക് പോന്നു. ഇക്കിളും ഞാനും കൂടെ അക്കരയ്ക്ക് പോയിട്ട് ഇക്കിള് ഇത് എന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. പറയാങ്ങോട്ട് ഇങ്ങോട്ട് വേണം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കീ ഹോൾ സർജറി അങ്ങ് നടത്താം. കീ ഓൾറെഡി ഉണ്ട്, ഹോള് മാത്രം ഇട്ടാ പോരെ. അത് ശരിയാണ്. അതിന് അവൻ അങ്ങനെ പറഞ്ഞേ? അത് പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? പേടിയുണ്ട്. പേടിക്കണ്ട കേട്ടോ. ഈ കീ ഹോൾ സർജറി വലിയ പേടിയില്ല. ആദ്യം മോന്റെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ നിന്നെ വെട്ടി പൊളന്ന് അതിന് താക്കോലെടുത്ത് മാറ്റി വെച്ചിട്ട് നിന്നെ ഇടും. നീ പേടിക്കണ്ട കേട്ടോ. പിന്നെ ഇവരിങ്ങനെ പെരുമാറാൻ നിങ്ങൾ തമ്മിൽ വല്ല വിഷയം ഉണ്ടാകും? എന്നും വഴക്കാ. ഞാൻ ജോലിക്ക് പോകണ്ടെന്നാ ചേട്ടൻ എപ്പോഴും പറയുന്നേ. ഡോക്ടറിയോ ഞാൻ എന്തുകൊണ്ടാ ജോലിക്ക് പോകുന്നേന്ന്? എന്താ ചേട്ടൻ എപ്പോ വെളിയിൽ പോയാലും എന്നെ ഇട്ടിട്ട് പോകത്തുള്ളൂ. ഇവൻ എപ്പോഴൊക്കെയാണ് മോളെ ഒറ്റക്കാക്കിട്ട് പോകുന്നത്? ആ സമയം കറക്റ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. എപ്പോഴൊക്കെ പോണെന്ന് പറഞ്ഞു കൊടുക്ക്. ഇയാളുടെ ഉദ്ദേശം എനിക്കറിയാം. മാറിക്കണോ? ഇയാള് കല്യാണം കഴിച്ചാണോ? 3 പ്രാവശ്യമോ? ആദ്യം ഒരു കല്യാണം ഞാൻ കഴിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഡൈവേഴ്സ് ചെയ്തു. രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അതെനിക്ക് ബോധിച്ചില്ല, ഡൈവേഴ്സ് ചെയ്തു. മൂന്നാമത് കിട്ടി, ഡൈവേഴ്സിന്റെ വക്കി നിൽക്കുക. ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങോട്ട് നിന്നാ മതി. ഇവന് ഷോർട്ട് ഫിലിമിനോടല്ല താല്പര്യം, വെബ് സീരീസിനോടാ. ഇവന്റെ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ. അയ്യോ അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും വഴി എടുക്ക് പ്ലീസ്. ഒരു കാര്യം ചെയ്യ്, വാ തുറന്നേ. എടാ വാ തുറക്കണ എടുക്ക. ഒരു ISA മുദ്രയുള്ള താക്കോലാണോ? 618. അപ്പൊ അതിന്റെ അകത്തുണ്ട് സാധനം, അതിന്റെ അകത്തുണ്ട്. ഒരു കാര്യം ചെയ്യ്, എന്തോ ചെയ്യൂത്? എല്ലാം പരീക്ഷിച്ചു നോക്കാം, നമ്മുടെ കയ്യിലുള്ള സാധനമല്ലേ. പേടിക്കണ്ട പേടിക്കണ്ട. വേറൊരു പരിപാടി പെട്ടെന്ന് വേണേ, പെട്ടെന്ന് സമയം തീരുന്നുണ്ടേ, കാരണം എന്നെ വിളിക്കും ഇപ്പൊ അവിടുന്ന്. ഈ സംഭവം ഇത് എവിടെ ഇരിക്കുന്നെന്ന് നമുക്ക് അറിയത്തില്ല. മുനിങ്ങൊന്നടാ, ഇത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം എവിടെ ഇരിക്കുന്നതെന്ന്. ഇവിടെ ഇല്ല. മാഗ്നറ്റ് ഇല്ല പിടിച്ചാനെ. ഇവിടെ ഇല്ല.
ഈ ഭാഗത്തായിട്ട് കിടപ്പുണ്ട്. ഇത് വേറെ വിഷയമൊന്നുമില്ല. ഇത് നമ്മൾ പറയുന്ന പോക്കിന് ഇത് വേറെ വിഷയമൊന്നും. ചേടാ ഇത് കൊള്ളാലോ കളി. ഇത് നല്ല രസമുണ്ട്. ഞാൻ സ്പൈഡർമാന്റെ സിനിമ മാത്രമേ ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ നല്ല രസമുണ്ട്. പിന്നെ കിടക്കാച്ചിട്ടുണ്ട്. ഈ താക്കോൽ ഇതിനകത്ത് തന്നെ കിടക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വിഷയമില്ല. അന്ന് അവിടെ തന്നെ കിടന്നോട്ടെ. അല്ല ഇത് കുറച്ചാൾ എനിക്ക് വേണേ. അതെന്തിനാ? എനിക്ക് ആവശ്യം വരും. ആവശ്യം വരും. അങ്ങനെ പറഞ്ഞത് കാണിച്ചു തരാം. അവിടെ കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. അതെന്തിനാ? ഇങ്ങനെ വരച്ച വര നിർത്തണം. ഞാൻ കുറെ നാളായി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കുറച്ചു ദിവസം അങ്ങ് പോട്ടെ. ബീവറേജിന് താക്കോലല്ലേ, ഞാൻ വേറെ എന്തെങ്കിലും ഒപ്പിച്ചോളാം. എന്റെ ദൈവമേ.